ശരി, നമ്മളെ ഇന്ന് അന്തരിച്ച MD എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ ഏതാണ്ട് ഒരു 6 മാസമോ 7 മാസത്തിന് മുമ്പ് നമ്മുടെ പിണറായി വിജയനെ ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊക്കെ ഇപ്പോഴും അതെ അധികാരത്തിന്റെ മത്ത് പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കാൻ, അതായത് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഈ സാഹിത്യം എഴുതുന്നവരും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും ഒക്കെ ലോകത്ത് നടക്കുന്ന സമകാലികമായ സംഭവങ്ങൾ അവരുടെ കഥയിലൂടെയോ അവരുടെ കവിതയിലൂടെയോ എങ്കിലും പ്രതിഷേധിക്കണമെന്ന്. അങ്ങനെ MD അന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധിച്ച MDയെ പക്ഷെ പിണറായി അന്നൊന്നും കൂടുതൽ തിരിച്ചൊന്നും പറഞ്ഞില്ല. MDയോട് തിരിച്ച് MD ഇതിനു മുന്നേ മോദീനെ നരേന്ദ്രമോദിജിനെ ഇതുപോലെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് MD പിണറായിയെ വിമർശിച്ചു, സംഘപരിവാറിനെതിരാന്ന് പറഞ്ഞു. ഇപ്പോ പിണറായിനെ വിമർശിച്ചപ്പോ MDനെ സംഖ്യയാക്കിയവരുമുണ്ട്. MDയെ സംഖ്യയാക്കി. MD ഞാൻ അറിഞ്ഞെടുത്തോളം MD എനിക്ക് മനസ്സിലായെടുത്തോളം MD അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹത്തിന്റെ കഴിവുകളിൽ വിശ്വാസമുള്ള, അതുകൊണ്ടുള്ള ഒരു അഹങ്കാരമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മോദി ആണെങ്കിലും പിണറായി ആണെങ്കിലും അദ്ദേഹത്തിന് ഒരുപോലെ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ ചായ്വോട് കൂടി അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് എഴുത്തുകാർക്ക് പൊതുവെ അവരുടെ നിഷ്പക്ഷമായ ഒരു ചിന്താഗതി ഉണ്ടാവും. പക്ഷെ എന്നാലും എഴുത്തുകാരുടെ ഇടയിൽ രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയത്തില് ചെറിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, അങ്ങനെ ഒരു പക്ഷസ്നേഹം ഉള്ളവരാണല്ലോ അവര്. പക്ഷെ MDയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയക്കാരൻ അപ്പുറം ഒരു കലാകാരന്റെ എല്ലാ ഒരു നല്ല വശങ്ങളും അദ്ദേഹത്തിനുണ്ട്. നമ്മളുടെ ധാർഷ്ട്യം എന്നുള്ളവർ വേടെടുക്കുമ്പോൾ നമ്മൾ പിണറായിയുടെ ധാർഷ്ട്യം തന്നെയായിരിക്കും. ധാർഷ്ട്യം എന്ന വാക്കിന് നമുക്ക് ഉദാഹരിക്കാൻ പറ്റിയ ആള് ധാർഷ്ട്യം പിണറായി ആയിരിക്കും. അപ്പൊ അങ്ങോട്ട് വരുമ്പോ ധാർഷ്ട്യം വരുമ്പോ, പക്ഷെ MDയുടെ ധാർഷ്ട്യം MD പലയിടത്തും നമ്മൾക്ക് MD ഇപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ വെന്റിലേറ്റർ വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ധാർഷ്ട്യമായിരുന്നു. അത് അഭിമാനിക്കാവുന്ന ഒരു ധാർഷ്ട്യമാണത്. അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വെക്കണ്ട, അദ്ദേഹത്തിന് വിലാപയാത്ര നടത്തണ്ട, ഇപ്പോൾ അറ്റ്ലാസ്റ്റ് ഗാർഡ് ഓഫ് ഓണർ പോലും കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ച്, ഇപ്പോൾ കുടുംബം അംഗീകരിച്ചതോട് മാത്രം നടക്കാൻ പോകുന്ന ഒരു ചടങ്ങാണത്. പക്ഷേ അങ്ങനത്തെ കുറച്ച് ധാർഷ്ട്യങ്ങളുടെ കഥ പറയുമ്പോൾ രസമുള്ള ഒരു കാര്യമായിട്ട് എനിക്കിന്ന് തോന്നിയത്, അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുന്നത് കുറെ സ്റ്റെപ്സ് ആണ്, അങ്ങനെയാ കയറി പോകുന്നത്. അപ്പൊ MDയെ പോലൊരു കലാകാരനെ കാണാനായിട്ട് ഒരുപാട് ഇപ്പൊ ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട്, ഒരു തവണ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളത്. ഒന്ന് കാണാൻ പറ്റിയ, ഒന്ന് തൊടാൻ പറ്റിയ, കാലിലൊന്ന് തൊടാൻ പറ്റിയാൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുമല്ലോ. ഓരോ കഥ വായിച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരിത്, ആ അക്ഷരങ്ങളൊക്കെ എവിടെന്നാ വരുന്നതെന്ന് ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ ഒരുപാട് പേര് ചെല്ലുന്നത്, ഒരുപാട് പ്രഗത്ഭര് ചെല്ലുന്നത് അങ്ങനെ ഒരു വീട്. പക്ഷെ ആ വീടിൻ്റെ സ്റ്റെപ്സ് കയറിയേ ചെല്ലാൻ പറ്റുള്ളൂ, അങ്ങോട്ടേക്കൊരു വഴിയില്ല. അപ്പോൾ ആ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വഴി കൊടുക്കാം. മീൻസ് അവരുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം എന്നല്ല, അഹങ്കാരം തന്നെയാണ് MD. അപ്പം MDക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടൊരു വഴി ഉണ്ടാക്കാൻ അല്ല, ആളുകളുടെ അഹങ്കാരം തീരും. കാര്യം അദ്ദേഹം ഒരു വലിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാണാൻ വിശാലമായൊരു വഴി വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ ഈ വഴി എന്നെ കാണാൻ വരുന്നവർ വന്നാൽ മതി, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ കാണാൻ ഈ മുടുക്ക് കൂടെ വന്നാൽ മതി. ഈ ഞങ്ങൾ മുടുക്കെന്നാ പറയുന്നത്, ഇടവഴി എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു മുനീർ മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി നമുക്ക്, ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത ഇന്ത്യ വിഷൻ ചാനലിൽ ഇദ്ദേഹത്തിന് ഞങ്ങൾ ചെയർമാനായി, ഞങ്ങളുടെ ചാനലിന്റെ ആയിരുന്നു ഇന്ത്യ വിഷന്റെ തുടക്കത്തിൽ. മുനീർ അങ്ങനെ വന്നപ്പോഴും ആളുകൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് MDയുടെ വീട്ടിലേക്ക് വഴി കൊടുക്കുക എന്നുള്ളത്. അപ്പം നിസ്സാരമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ട, എന്നെ ഈ വഴി കൂടി വന്നിട്ട് കാണുന്നവർ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഡയലോഗ് ഇന്നത്തെ ഒരു ദിവസം എടുത്ത് നോക്കിയാൽ അറിയാം. ആ സ്റ്റെപ്സ് കയറി തന്നെ അദ്ദേഹത്തിന് അവസാനമായിട്ട് കാണാനായിട്ട് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ വരെ നടന്നു കയറിയ ആ കാഴ്ച, പോലീസിന്റെ അകമ്പടിയോടെ നടക്കുന്ന അദ്ദേഹം പരിഹസിക്കുകയല്ല, എന്നാലും സ്വന്തം വീട്ടിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാൻ വയ്യാത്തത് കൊണ്ട് ലിഫ്റ്റ് വെച്ച ആളുകള്, അവശതയുണ്ട്. നവകേരള ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ബസ്സിന് ലിഫ്റ്റ് ഘടിപ്പിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അത്രയും ഉള്ള ആള് MDയുടെ മുന്നിൽ നടന്ന് കയറി MDയുടെ മൃതശരീരം മുന്നിൽ അദ്ദേഹം തല താഴ്ത്തി. അതെ, ചില അമ്പലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, തല കുമ്പിട്ട് കയറണം, തല കുനിഞ്ഞു തന്നെ നമ്മൾ കയറണം. അതുപോലെ MD പലരോടും ഒരു മധുരപ്രതികാരം തീർത്തിട്ട് തന്നെയാണ് MD പോയത്. അവസാനം MDയുടെ മരണം MD ശരിക്കും ആസ്വദിച്ചു, ആഘോഷിച്ചു എന്ന് തന്നെ പറയാം.
അതിൽ ചെറിയ ചെറിയ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എം ഡിയുടെ മരണം എം ഡി എഴുതിയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ പിറവി പോലെ തന്നെ മരണവും അദ്ദേഹം ആഘോഷമാക്കി. അതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വർഗവാതിൽ തുറന്ന സമയത്ത് അദ്ദേഹത്തിനെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ള ഈ പിണറായിയെ പോലുള്ള എത്ര ലോക ധാർഷ്ട്യമുള്ളവന്മാർ വന്നിട്ടുണ്ടാവും. മോഹൻലാലൊക്കെ എന്തും സാധിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവരെല്ലാരും നടന്നു കയറി അദ്ദേഹത്തിന്റെ ആ നാലുകെട്ട് വീട്ടിൽ ആ കണ്ടിലെ വീട് കണ്ടില്ലേ, പഴയ ഒരു മോഡൽ വീട്, ആ വീട്ടിൽ വന്ന് അല്ലേ. അല്ല, ഈ എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ ഇതൊക്കെ അദ്ദേഹത്തിന് കാണാൻ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണണം എന്ന് ഉള്ളവര് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണണമെന്നുള്ളവർക്ക് അങ്ങനെയുള്ള അവിടെ വന്നാൽ മതി. ആ കൺസെപ്റ്റ് ഒക്കെ വളരെ നല്ല കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വെക്കണ്ട, അങ്ങനെ ഒരു ആഡംബരം അദ്ദേഹത്തിന്റെ മൃതശരീരത്തോട് കാണിക്കണ്ട, എന്നെ ഒരു വിലാപ യാത്ര നടത്തണ്ട, എന്നെ അങ്ങനെയുള്ള ഒന്നും ചെയ്യണ്ട, എന്നെ വെന്റിലേറ്ററിൽ കിടത്തണ്ട എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു. ഏതായാലും നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി, അങ്ങനെയോടെ പറയാം, മഹാനായ മുഖ്യമന്ത്രി, അതിലും മഹാനായ പിന്നെ നമ്മുടെ എം ഡിയെ കാണാൻ, മഹാനായി എന്ന് ഞാൻ പറഞ്ഞതിൽ സാദരം ക്ഷമിക്കുക, അതൊരു കളിയാക്കലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് എടുക്കാം. നമുക്ക് മഹാൻ എം ഡി ആണ്, മഹാനായ എം ഡി, എഴുത്തുകാരനായ എം ഡി. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെ തോൽപ്പിക്കാനായി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ശ്രമിച്ച ഒരു വേള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോടൊക്കെ മധുരമായുള്ള ഒരു പ്രതികാരം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ 40 പോലീസിൻ്റെ അകമ്പടിയോടെ ആ കൊച്ചു ഇടവഴിയിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, പ്രഗത്ഭരായിട്ടുള്ളവർ ഒക്കെ എം ഡിയെ കാണാൻ ചെന്നു. എം ഡി പലരെയും മരണത്തിലൂടെ തോൽപ്പിക്കുകയും ചെയ്തു അല്ലെ. ഇതൊക്കെയാണ് മധുര പ്രതികാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുത്തിലൂടെ ഒരു വേറിട്ട സ്വരത്തിൽ മാറി നിന്ന പ്രിയപ്പെട്ട എം ഡി, വായനക്കാരുടെ, മലയാളികളുടെ എന്നും ഒരു വികാരത്തോടെ തന്നെയാണ് നാം ഈ സംസാരിക്കുന്നത്. എം ഡി എന്നും മലയാളത്തിന് പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വാക്കുകൊണ്ട് ഒരു വേള അദ്ദേഹത്തിന് അത്ര സഹിക്കബിളായിട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. അങ്ങനെ വിമർശിച്ച മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനെ കാണാൻ ആ പടി കയറി അവിടെ ചെല്ലേണ്ടി വന്നു, ആ ഭൗതിക ശരീരത്തെ നോക്കി നിൽക്കേണ്ടി വന്നു. ഏതായാലും പരാജയപ്പെട്ട മുഖ്യമന്ത്രി, വിജയിച്ച എം ഡി. നന്ദി, നമസ്കാരം.